നിരോധിത മയക്കുഗുളികകളുമായി കൊല്ലത്തെ യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ബീച്ച് സ്വദേശി 39 വയസ്സുള്ള രാജീവാണ് പിടിയിലായത്. മുണ്ടയ്ക്കൽ കൊണ്ടയത്ത് പാലത്തിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നുമാണ് കൊല്ലം എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ വാടക വീട്ടിൽ നിന്നും അർബുദത്തിന് ഉപയോഗിക്കുന്ന വേദനാസംഹാരി കൂടിയായ 30-80 ടൈഡോൾ, മയക്കുമരുന്നിനത്തിൽപ്പെട്ട 39 നൈട്രോസെപ്പാം എന്നിവയാണ് പിടികൂടിയത്. 200 രൂപ നിരക്കിലാണ് ഓരോ ഗുളികയും വിറ്റഴിച്ചു വന്നിരുന്നത്. വെള്ളത്തിൽ ചാലിച്ച് ഇവ കുത്തിവെച്ചും ഉപയോഗിക്കുന്നുണ്ട്. ലഹരി ഗുളികകൾ ബീച്ചിലും പരിസരത്തും വൻതോതിൽ വിറ്റഴിച്ചു വരുന്നതായി കൊല്ലം എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി രാജീവ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വാടക വീട് കേന്ദ്രീകരിച്ച് മയക്കുഗുളികകൾ വിറ്റഴിച്ചു വരുന്നതിനിടെയാണ് രാജീവിനെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇത് വേദന സംഹാരി എന്നും പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. നൈട്രോസെപ്പാമും എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കിയിട്ട് സിറിഞ്ചിൽ വലിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി പിള്ളേരുടെ കയ്യിലൊക്കെ ഇത് കാണാറുണ്ട്, ഇതിൻ്റെ പാട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അന്വേഷണത്തിൽ നടത്തിയാലാണ് ഇത് കണ്ടെത്താൻ സാധിച്ചത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നമ്മളിനി തുടർന്ന ദിവസങ്ങളിൽ കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ ഇയാൾക്ക് ഇത് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇയാൾ വാങ്ങിയതാണോ, ഇനി ഇയാൾക്ക് ആരെങ്കിലും എത്തിച്ചു കൊടുത്തതാണോ എന്നുള്ളത് തുടർന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് വാടക വീടാണ്. ഇയാൾ താമസിക്കുന്നത് ബീച്ച് ഏരിയയിലാണ്. പൈസ ഒരു ടാബ്ലറ്റ് 200 രൂപ ആ കണക്കിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇപ്പം തന്നെ ഇയാളെ പിടിച്ചു നിർത്തിയപ്പോൾ തന്നെ ഇയാളെ ഫോണിൽ തന്നെ ഒത്തിരി കോൾ വരുന്നുണ്ട്. അതായത് മിനിറ്റ് വെച്ചാണ് കോൾ വരുന്നത്. അപ്പോൾ എത്രത്തോളം കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണത്. തുടർന്നുള്ള അന്വേഷണത്തിൽ എന്തായാലും ഇയാൾക്ക് കൊണ്ടുവന്നവരായാലും അയാളെ നമ്മൾ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അവർ ഉടൻ തന്നെ പിടിയിലാകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതി ഗുളികകൾ എത്തിച്ചതെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷഹാലുദ്ദീൻ, പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് കുമാർ, ജ്യോതി W, EO രാജി, CEO മാരായ ഗോകുൽ, ആസിഫ്, സലീം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്.